മരുന്നുകൾക്ക് 15 മുതൽ 50% വരെ വിലക്കുറവുമായി ചിറയൻകീഴ് പുളിമൂട് ജംഗ്ഷനിൽ കനിവ് കമ്മ്യൂണിറ്റി ഫാർമസി പരിചയസമ്പന്നരായ ഫാർമസിസ്റ്റുകളുടെ സേവനം, വെറ്ററിനറി, ബേബി കെയർ ഉൽപ്പന്നങ്ങൾ, കോസ്മെറ്റിക്സ്, ആയുർവേദ മരുന്നുകൾ, സൗജന്യ ഹോം ഡെലിവറി സർവീസ്. ഹിന്ദു ഐക്യവേദിയുടെ രക്ഷാധികാരിയും ശബരിമല കർമ്മസമിതിയുടെ വൈസ് ചെയർപേഴ്സണുമായിട്ടുള്ള ശ്രീമതി ശശികല ടീച്ചർ, വിശ്വ ഹിന്ദു പേഴ്സണുള്ള അന്തർദേശീയ പ്രസ്ഥാനത്തെ അതിശക്തമായ രീതിയിൽ വർഷങ്ങളായി നയിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് അലോക് കുമാർജി, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രമുഖന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, വിവിധ സാമുദായിക സംഘടനാ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അയ്യപ്പ ഭക്തന്മാരെ, ഇന്ന് നമ്മുടെ ഈ പരിപാടി കവർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശബരിമലയെക്കുറിച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല, കാരണം നമുക്കൊക്കെ അറിയാം. പക്ഷെ ചില പ്രധാന കാര്യങ്ങൾ, പൊതുശ്രദ്ധയിൽ വരാത്ത ചില കാര്യങ്ങൾ, പക്ഷെ എന്നാൽ അവിടെ ചില പരിമിതികളും കൊണ്ട് എന്ന് തുടക്കത്തിൽ ഞാൻ പറയുകയാണ്. കാരണം ഈ വിഷയം ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത്, ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു മറ്റു വശത്ത്. പക്ഷെ പരമപ്രധാനമായ കാര്യം, കേസിൽ ഇരിക്കുന്ന ഒരു വസ്തുവില് അതിന്റെ തെളിവുകളും മറ്റ് പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്കൊക്കെ, ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇന്ന് പ്രസംഗിക്കുന്നവർക്കെല്ലാം ആ വിഷയത്തിൽ ആ ഒരു പരിമിതി വെച്ചുകൊണ്ട് മാത്രം നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ദയവായി ശ്രമിക്കണം. കാരണം നമ്മൾ 1 to 1 പറയുന്ന പോലെ ഒരു പ്രഭാഷണത്തിൽ പറയാൻ പറ്റില്ല, അത് കോടതിയെ ലക്ഷ്യമാകും. മാത്രമല്ല, പരമപ്രധാനമായ കാര്യം, ഈ കേസ് കൃത്യമായിട്ടും അതിൻ്റെ ആരാണോ യഥാർത്ഥ പ്രതികൾ, അത് ഡയറക്റ്റായിട്ട് കുറ്റവാളികൾ മാത്രമല്ല ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുൾപ്പെടെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. അതിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും കൂടിയാണ് നമ്മൾ അത്തരത്തിലൊരു സംയമനം പാലിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ യോഗം. പക്ഷേ കൃത്യമായിട്ടും ചില കാര്യങ്ങൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നുണ്ടാവും. ഈ ശബരിമലയുടെ വിഷയം പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഈ ദേവസ്വം ബോർഡ്, കേരളത്തിൽ 5 ദേവസ്വം ബോർഡുണ്ട്. കാലാകാലങ്ങളായിട്ട് ഈ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ എത്രയോ തവണ ഈ സെക്രട്ടേറിയറ്റ് നടയിലും കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസർ നടയിലും എത്തൊക്കെ പ്രക്ഷോഭങ്ങൾ എന്തെല്ലാം നടത്തി കഴിഞ്ഞു. പക്ഷെ അന്നൊന്നും പൊതുശ്രദ്ധ ഇത്രത്തോളം ആകർഷിച്ചിരുന്നില്ല. കാരണം ശബരിമല മറ്റൊരു തലത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. കാരണം അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല, ആഗോളതലത്തിൽ, എനിക്കൊന്നും ലോകത്തിൽ തന്നെ ഇതിന് പകരം വെക്കാൻ പറ്റിയ ക്ഷേത്രമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കൊക്കെ അറിയാം. ഇന്ന് കേരളത്തിലെ ജനസംഖ്യ 3.3 കോടിയാണെങ്കിൽ ശബരിമല ഭക്തന്മാര് എല്ലാ വർഷവും വന്നും പോയും മാസപൂജ ഉൾപ്പെടെ വരുന്നവരെ ഏതാണ്ട് 5 കോടിയിൽ പരമാളാണ് മൊത്തത്തിൽ ശബരിമല വിശ്വാസികളുടെ. കാരണം നമ്മുടെ അയ്യപ്പ സേവാ സമാജം പോലുള്ള സംഘടന കേരളത്തിനും മാത്രമല്ല വിദേശത്തും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുമായിട്ടൊക്കെ ഇൻപുട്ട് കിട്ടുന്നുണ്ട്. ഏതാണ്ട് 10 കോടിയിൽ പരം ഭക്തജനങ്ങളുള്ള ഒരു സംവിധാനമാണ് ശബരിമല. അതുകൊണ്ട് ശബരിമല പ്രക്ഷോഭം നമുക്കൊക്കെ അറിയാം. ശബരിമല 2018 ശബരിമല പ്രക്ഷോഭം നടന്നപ്പോൾ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. കേരളത്തിലേക്കും കേരളം കണ്ടതിൽ ഏറ്റവും ശക്തമായ, എന്നാൽ തീർത്തും സമാധാനപരമായ, ഒരു മുദ്രാവാക്യം വിളിക്കാതെ നാമജപം കൊണ്ട് മാത്രം നടത്തിയ, പ്രത്യേകിച്ച് അമ്മമാരുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു സമരമായിരുന്നു, ഒരു പ്രക്ഷോഭമായിരുന്നു. അത് കത്തിപ്പടർന്ന് ഭാരതത്തിലെല്ലാം ഇടത്തും മാത്രമല്ല വിദേശങ്ങളിൽ ഉൾപ്പെടെ. കഴിഞ്ഞ ദിവസം ഞാൻ ആഫ്രിക്കയിലെ ഒരു ഉൾപ്രദേശത്തുള്ള ഒരാളെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിവിടെ 1000 പേര് കൂടിയിരുന്നു പറഞ്ഞു. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത് ആഗോള തലത്തിലുള്ള ക്ഷേത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മറ്റൊരു ക്ഷേത്രത്തിലോ മറ്റേത് മതസ്ഥരുടെ ആരാധനാലയത്തോ ഇല്ലാത്തൊരു സവിശേഷത, ശബരിമലയിൽ ആർക്കും പ്രവേശിക്കാം. അതായത് 18ാം പടി കയറുന്നതിനാണ് നിയന്ത്രണം. 41 ദിവസത്തെ വ്രതം, ഇടിമിടിക്കെട്ട് നിർബന്ധം, അത്തരം നെയ്ത്തങ്ങ, നെയ്യഭിഷേകം ചെയ്യാനുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ പല കാര്യങ്ങളുണ്ട്. 18ാം പടി കയറാതെ തന്നെ ഭക്തജനങ്ങൾക്ക്, ഏത് മതസ്ഥരായിട്ടുള്ളവർക്കും, ഏത് വിശ്വാസികൾക്കും, ഏത് വേഷത്തിലും ഏത് സമയത്തും പ്രവേശിക്കാവുന്ന
ഒരേ ഒരു ആരാധനാലയം, ഞാൻ ഹിന്ദു ക്ഷേത്രം മാത്രമല്ല പറയുന്നത്, വേറെ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? പല സമുദായങ്ങളുടെയും ആരാധനാലയങ്ങളിൽ ഒരു വിഭാഗത്തിന് മാത്രം കയറാവുന്ന രീതിയിലാണ്. അത്ര വിശാലമായ വീക്ഷണത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട, ലോകത്തിലെങ്ങുമില്ലാത്ത, എല്ലാവരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായാലും അത്രത്തോളം കൂടുതൽ ഭക്തജനങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ ശബരിമല വേറിട്ടൊരു ക്ഷേത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? സാധാരണ നമ്മളെല്ലാം രാവിലെ കുളിച്ചൊരുങ്ങി ശുദ്ധിയോടെ വസ്ത്രമൊക്കെ ധരിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നു. ഏത് സമയത്തും പോവാം, തൊഴാം, മടങ്ങി വരാം. ശബരിമലയിൽ ഒരു തീർത്ഥാടനമാണ്. അതാണ് ശബരിമലയുടെ പ്രത്യേകത. വെറും ഒരു ക്ഷേത്ര ദർശനമല്ല ശബരിമലയിൽ, തീർത്ഥാടനമാണ്. അതുകൊണ്ട് അതിൻ്റെയും പ്രത്യേകതകളുണ്ട്. സ്വച്ഛ് ശബരിമല, ശബരിമല എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ ശേഷം അവിടെയുള്ള ചവറ് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത് നമ്മളാണ്. അതിൽ നിന്ന് 2000-ൽ പരം ആളുകൾ എത്തിയിരിക്കുന്നത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലുങ്കാന തുടങ്ങിയ പ്രദേശത്താണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഞാൻ പറഞ്ഞത്, ശബരിമലയിലേക്ക് ആപാലവൃദ്ധം ജനങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരു പരമോന്നത ക്ഷേത്രമാണ്. പക്ഷേ ആ പവിത്രമായ ക്ഷേത്രത്തെ ഈ കേരള സർക്കാർ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നതാണ് നമ്മുടെ വിഷയം. ദേവസ്വം ബോർഡിന്റെ മൊത്തത്തിൽ വിഷയമുണ്ട്. പക്ഷേ ഇന്ന് ശബരിമലയിലേക്കൊണ്ട് ഞാൻ മൊത്തത്തിൽ അതിലേക്കാണ് പറയുന്നത്. കുറച്ച് ഞാൻ സംസാരിക്കുന്നത്, കാരണം ഇവിടെ ധാരാളം പേര് സംസാരിക്കാനുണ്ട്. ഞാൻ 2018-ലെ പ്രക്ഷോഭകാലം മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആത്യന്തികമായിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ അവരൊറ്റയ്ക്കല്ല, ഇത് ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഒരു തെളിവ് മുമ്പോട്ട് വെക്കുകയാണ്. അതായത് പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമുണ്ട്. 2018-ല് സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. ആ കേസ് നടക്കുമ്പം നമുക്കറിയാം റിവ്യൂ പെറ്റീഷനും റിട്ട് പെറ്റീഷനും. ഈ സമയത്ത് എല്ലാം 1-ാം നമ്പർ കോടതിയിൽ ഹാജരാകുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ കേസ് ഈ റിട്ട് പെറ്റീഷൻ റിവ്യൂവിന് വരുന്നതിന് മുമ്പ് 2006-ലെ ഒറിജിനൽ പെറ്റീഷന്റെ വാദം കേൾക്കുന്ന സമയത്ത് ഏതാണ്ട് അവസാന ഘട്ടം എടുക്കുമ്പോൾ ഈ പറഞ്ഞ പെറ്റീഷനേഴ്സ് ആയിട്ടുള്ള 5 വനിതകൾ, 4 വനിതകളും ഒരാളെന്റെ സെക്രട്ടറി എന്നുള്ളതിലും, അതായത് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്നുള്ള ഒരു അസോസിയേഷന്റെ പേരിലാണ് കേസ്. ആ അസോസിയേഷൻ സ്ഥാപിച്ചത് നൌഷാദ് എന്നുള്ള ആളാണ്. നിങ്ങൾ കേൾക്കണം, നൌഷാദ് എന്ന വ്യക്തി സ്ഥാപിച്ച ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനിൽ അദ്ദേഹം ഈ ഭക്തി പ്രസീജ എന്നുള്ള ലേഡിയാണ് അതിന്റെ സെക്രട്ടറി ആയിട്ട് വെച്ചു. ബാക്കി മെമ്പേഴ്സ് എല്ലാം കൊണ്ടുവന്ന് ഹിന്ദു വനിതകളായിട്ടുള്ള അഡ്വക്കേറ്റുമാരെയാണ്. പക്ഷെ ഇദ്ദേഹം മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരിടത്തും ഈ കാര്യം കാണാൻ പറ്റില്ല. പെറ്റീഷനിൽ എല്ലാം ഹിന്ദു വനിതകളാണ്, അഡ്വക്കേറ്റുമാരാണ്. പക്ഷെ ആ കേസിൽ എഴുതിയിരിക്കുന്ന വാര്യം നമുക്കറിയാം എന്താണെന്നുള്ളത്. മാത്രമല്ല ആ കേസിൽ കക്ഷി ചേർന്ന 2 പേരുടെ പേര് കേൾക്കുമ്പം എന്താണെന്ന് കേസ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കക്ഷി ചേർന്ന ഒന്ന് ഭൂമാതാ മൂവ്മെന്റ് തൃപ്തി ദേശായി, ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. 2 ഹാപ്പി ടു ബ്ലീഡ് എന്നുള്ള സംഘടനയാണ്. ഇന്ദിരാ ജയസിംഗ് എന്നുള്ള നമ്മൾ ഇഡിയുടെയും എൻഐയുടെ ഒക്കെ നോട്ടത്തിലുള്ള ഒരു വനിതാ അഡ്വക്കേറ്റ് കാണിക്കുന്ന കോപ്രായങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവരുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളാണ് ഇതിന്റെ പിന്നിൽ. ഹാപ്പി ടു ബ്ലീഡ്, അത് കൂടുതൽ വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായി. ഇത്തരം സംഘടനകൾ ചേർന്നാണ് കേസ് കൊടുത്തത്. പക്ഷേ ഞാൻ പറയാൻ വന്നത്, ഈ പെറ്റീഷനായിട്ടുള്ള ഈ ഹിന്ദു വനിതാ അഡ്വക്കേറ്റുമാരിൽ ഒരാളെ നമുക്ക് കണ്ടുകിട്ടാനും അവരുമായിട്ട് മണിക്കൂറോളം സംസാരിച്ച് വിശദമാക്കിയപ്പോൾ അവർ പറഞ്ഞു, ഐ എം വെരി സോറി മിസ്റ്റർ കുമാർ, ഐ നെവർ കെയിം ടു നോ അബൌട്ട് ഓൾ ദീസ് തിങ്. നമുക്കറിയില്ലായിരുന്നു ശബരിമല എവിടാണെന്നോ ആചാരം എന്താണെന്നോ അവിടുത്തെ ഇത്തരക്കാർ അറിയില്ലായിരുന്നു. പക്ഷേ നിങ്ങളിത് പറഞ്ഞ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെന്ന് കണ്ടാൽ ഞാൻ അതിൽ നിന്ന് പിന്മാറും എന്നവർ ഉറപ്പ് തന്നിരുന്നു. സംഭവിച്ചത് എന്താണെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. ഈ കേസിന്റെ അവസാന ഭാഗത്ത് ഇന്നും ഇന്റർനെറ്റിൽ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. ഈ പ്രേരണകുമാരി എന്നുള്ള അഡ്വക്കേറ്റുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ഈ കേസ് 1-ാം നമ്പർ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രേരണകുമാരിയും കൂടെ ഈ കക്ഷിയല്ല, ഐ മീൻ പെറ്റീഷൻ, ഒറിജിനൽ പെറ്റീഷനായിട്ട് മറ്റ് 2 വനിതാ അഡ്വക്കേറ്റുകാർ ചേർന്ന് 3 പേരും കൂടെ സുപ്രീം കോടതി ലോണിലേക്ക് നടന്നു വരികയാണ്. നമുക്കറിയാം മാധ്യമങ്ങളൊക്കെ നിരന്നിരിക്കുന്നത് അവിടെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. ആ ലോണിലേക്ക് നടന്നു വന്നപ്പോൾ അവർ പറഞ്ഞത്, വി ഹാവ് സംതിങ് ടു സേ ടു യു പീപ്പിൾ. എന്താണ്? ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. ആദ്യം പറഞ്ഞത്, ഞങ്ങൾ കേസിൽ നിന്ന് പിന്മാറുന്നു. ഈ കേസിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. കേസ് കൊടുത്ത 5 പേരിൽ 3 പേര് പറയുകയാണ് ഈ കേസിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇന്നും യൂട്യൂബിൽ കിട്ടും. പക്ഷേ പലപ്പോഴും പല മീഡിയ ഉൾപ്പെടെ തമസ്കരിക്കുകയാണ്. നമുക്കറിയാം ഈ ശബരിമല വിഷയത്തിലായാലും ഹിന്ദുവിന്റെ വിഷയത്തിലായാലും ഈ ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഞാൻ തുറന്നു പറയാൻ ഉദ്ദേശിക്കുകയാണ്, പല മീഡിയകളുണ്ട്, പല മീഡിയ പേഴ്സൺസ് ഉണ്ട്, സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പലരുമുണ്ട്, പല സംഘടനയുള്ള ആളുകളുണ്ട്.
നമ്മൾ ശക്തമായി വ്യക്തമായിട്ടും ഇതെല്ലാം ശ്രദ്ധിച്ചു വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അതുകൊണ്ട് പക്ഷേ ഇതെല്ലാം തെളിഞ്ഞു വരും. അയ്യപ്പന്റെ ശക്തി ഇന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഞാനീ പറഞ്ഞ പോലെ ഗൂഢാലോചനയിൽപ്പെട്ട അവർ പുറത്തു വന്നു ഗൂഢാലോചന പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി അത് കണക്കാക്കിയോ? സുപ്രീം കോടതിയിൽ ഈ കേസ് കൊടുത്ത 5 പേരിൽ 3 പേര് പിൻവാങ്ങി. മാത്രമല്ല അവർ പറയുകയാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന, ആരെങ്കിലും ഗൂഢാലോചന അന്വേഷിച്ചോ? അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊരു വ്യവസ്ഥിതിയാണ്. ഹിന്ദുവിന്റെ വിഷയം വരുമ്പോൾ നമുക്ക് വേണ്ട തരത്തിൽ ഒരു സ്ഥലത്തും, ഞാൻ പറഞ്ഞതെല്ലാം പെടുന്നു, ഒരു സ്ഥലത്തും നമുക്ക് പരിഗണനകൾ വേണ്ട പോലെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് മാറിയേ പറ്റുള്ളൂ. നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള ഭാരതമാണ്. അവിടെയും നമ്മൾ കോർണർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ തരത്തിലും പിന്നോട്ട് പോയി. സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോയി, സാംസ്കാരികമായിട്ട് പിന്നോട്ട് പോയി, വിദ്യാഭ്യാസപരമായിട്ട് പിന്നോട്ട് പോയി. നമ്മളെ ലൗകികത കൊള്ളാൽ വേട്ടയാടപ്പെടുന്നു. നമ്മൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു, ക്ഷേത്ര ആരാധനയിൽ കൈകടത്തുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ്. ഹിന്ദു സമാജം ഉണരേണ്ട കാലം കഴിഞ്ഞു. അതാണ് നമ്മുടെ പ്രധാന സന്ദേശം. കാരണം ശബരിമല ഉൾപ്പെടെ വരുന്ന ഈ ക്ഷേത്ര സമുച്ചയങ്ങൾ നിലനിന്നില്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ സനാതനധർമ്മം നിലനിൽക്കില്ല. ഞാൻ ഈ കേരള സർക്കാർ ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഘം വിളിച്ച സമയമുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഈ സ്വർണ്ണക്കൊള്ള കേസും അതുമായിട്ട് ബന്ധമുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഘം വിളിച്ച ആരാണ്? വിശ്വാസികളല്ലാത്ത ഇടതുപക്ഷ സർക്കാർ. പോരാത്തതിന് ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ട് വരും. കാരണം ദേവസ്വം ബോർഡ് ഈ ഹിന്ദുക്കളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. 1949 തിരുവിതാംകൂർ കൊച്ചി രൂപീകരിച്ചു. ഭാരത യൂണിയനിലേക്ക് ഈ എല്ലാ നാട്ടുരാജ്യങ്ങളും ചേരുന്നതിന്റെ ഭാഗമായിട്ട് അന്ന് സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ ശ്രീ VP സിംഗ് എന്നുള്ള കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അന്നത്തെ മഹാരാജാക്കന്മാരിൽ സംസാരിച്ചിട്ടാണ് ഇതിനുള്ള നടപടി ചെയ്തതെങ്കിൽ അദ്ദേഹം കേരളത്തിലും വന്നു. അന്ന് ഇവിടെ ചിത്തൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും സംസാരിച്ചു. അങ്ങനെ അവസാനം തിരുക്കൊച്ചി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ആ തിരുക്കൊച്ചിയുടെ ഭാഗമായിട്ടുള്ള ചർച്ചയിൽ തിരുവിതാംകൂർ മഹാരാജാവ്, നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ അറിയാം, പ്രത്യേക തിരുവനന്തപുരത്തവർക്ക് അറിയാം, ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ എത്രത്തോളം ശ്രദ്ധയായിരുന്നു നമ്മുടെ രാജാക്കന്മാര് കാണിച്ചിരുന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്കൊന്നും വേണ്ട, എനിക്ക് പ്രിവി പേഴ്സൺ വേണ്ട, ഒരു ആനുകൂല്യം വേണ്ട, എനിക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങളുടെ കുടുംബക്ഷേത്രമായിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആ കുടുംബത്തിന് വിട്ടു തരണം. 2, ഈ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തുള്ള ക്ഷേത്രങ്ങളുടെ ആരാധനാക്രമം അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നതിനുള്ള സംവിധാനം ഇന്ന് നിലവിലില്ല. കാരണം നിർദ്ധനായ ഹിന്ദു, മാത്രമല്ല നിർദ്ധനരെക്കാട്ട് കൂടുതൽ സംഘടിതമാണ്, അസംഘടിതമായ ഹിന്ദു ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കാൻ അവർ അശക്തനാണെന്ന് കരുതുന്നതുകൊണ്ട് അത് സംവിധാനം സർക്കാർ ഏറ്റെടുക്കണം. സർക്കാർ ഈ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ പരിരക്ഷിക്കണം. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് സൃഷ്ടിക്കപ്പെടുന്നത്. 1949 ആദ്യത്തെ ദേവസ്വം ബോർഡില് അന്നത്തെ ആളുടെ സമയക്കുറവ് പോലെ ചുരുക്കുകയാണ്. കാരണം ഇനി സംസാരിക്കാനുണ്ട്. കാരണം പറഞ്ഞു വരുമ്പോൾ വിഷയം വളരെ ഗൗരവമുള്ളതായിട്ട് പല കാര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകും. എനിക്ക് ഇതും കൂടെ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. അതായത് നമ്മുടെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ മന്നത്ത് പത്മനാഭനും ബഹുമാനപ്പെട്ട R ശങ്കറുമായിരുന്നു 1949 ഈ അന്നത്തെ മഹാരാജാക്കന്മാർ ഒപ്പിട്ടതിന് ഉടമ്പടിയിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദേവസ്വം ബോർഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവർ ധാരാളം മാറ്റം, പരിമിതമായ ഒരു വർഷത്തിനുള്ളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ്. മതപഠനത്തിന് വേണ്ടി എല്ലാ ക്ഷേത്രത്തിനും പണം മാറ്റി വെക്കുക, ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ പോയാൽ സനാതനധർമ്മത്തിന് പുഷ്ടിപ്പെടും എന്നുള്ളത് കൊണ്ട് 1950 പുതിയ നിയമം വന്നു. അതാണ് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു പ്ലേസ് ഓഫ് വർഷിപ്പ്. ശബരിമല ആള് തിരക്കായതുകൊണ്ട് അവിടെ നിയന്ത്രണമാണ്. ഇനി എന്ത് ഖ്യാതിയാണ് വർത്തിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അതിലെല്ലാം പ്രധാനമായിട്ട് നിങ്ങൾ കാണണ്ട, അതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നുള്ളതിന് നമ്മൾ കൂടുതലൊന്നും ആലോചിച്ച് പോകണ്ട. അതിന് ഉദ്ഘാടനത്തിന് വിളിച്ച ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയാണ്. ആരാണ് സ്റ്റാലിൻ? DMKയുടെ നേതാവാണ്, നേതാവിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് പറഞ്ഞത്, ഈ സനാതനധർമ്മം വൈറസാണ്, അത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നശിപ്പിക്കപ്പെടേണ്ടതാണ്. അതാണ് ഈ സ്റ്റാലിൻ ഈ അയ്യപ്പന്റെ നടക്കൽ പമ്പാകടമയുടെ മുന്നിൽ ഈ ആഗോള അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ട് എത്തിച്ചത്. അത് കൂടുതൽ നമുക്ക് ആവശ്യമുണ്ടോ? പക്ഷെ നമ്മളൊക്കെ കൃത്യമായിട്ട് പ്രതികരിച്ചു, നമ്മളൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ തുടർന്നു പോകുന്നു. പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പണമിടപാടുകളെ കുറിച്ച് കോടതി അന്വേഷിച്ചപ്പോൾ അതിന്റെ സ്രോതസ്സിന്റെ കാര്യം വന്നപ്പോൾ അതിന്റെ പണത്തിന്റെ പ്രശ്നം ഉണ്ടായി. തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കണം. ഈ സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഈ ഇത് അഴിച്ചുകൊണ്ട് പോകുന്നത്. ഈ ശ്രീ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഇത് ഈ ദ്വാരപാല വിഗ്രഹത്തിൽ പതിച്ചിരുന്ന സ്വർണ്ണഗോളങ്ങൾ. അതിന് ഒരുപാട് കാര്യമാണ്, അതൊക്കെ മുന്നിലുണ്ട്. പക്ഷേ ഈ 2025 സെപ്റ്റംബർ 7-ാം തീയതി അഴിച്ചുകൊണ്ടുപോയ
ഈ ദ്വാരകാല യുഗത്തിലുണ്ടായിരുന്ന ആ സ്വർണ്ണ പാളികൾ നഷ്ടപ്പെട്ടതിൽ നിന്ന് നമ്മുടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ശ്രീ ജയകൃഷ്ണൻ സാർ, ജസ്റ്റിസ് ജയകൃഷ്ണൻ, അദ്ദേഹമാണ് ഇത് അന്വേഷിക്കുകയും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിനെ തുടർന്നാണ് ഇതെല്ലാം ഉണ്ടായത്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ 2019 മുതൽ 2005 വരെ 2025 വരെ നടന്ന ഈ മോഷണം നമുക്കിന്നറിയാം, അതിന്റെ വ്യാപ്തി ആരൊക്കെയുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ കമ്മീഷണർ അന്നുണ്ട്. അവരെവിടെയായിരുന്നു? അവരിനകത്ത് കുറ്റക്കാരല്ലേ? അതുപോലെ തന്നെ അവിടെ പോലീസ് സേനയില്ലേ? അതിശക്തമായ പോലീസാണ്. കാരണം ഇത്രത്തോളം ആഭരണങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എന്ത് തരത്തിലാണ് പോലീസ് സംവിധാനം? ഇപ്പൊ നമ്മളെ തന്നെ വളഞ്ഞുകൊണ്ട് എത്ര പോലീസുകാർ നമ്മളെ നിരീക്ഷിക്കുന്നു, ക്യാമറ എടുക്കുന്നു. ഇതൊക്കെ അവിടെ ചേർന്നെങ്കിൽ നടക്കുമായിരുന്നോ? അപ്പൊ പോലീസിന് ഇൻവോൾവ്മെന്റ് ഉണ്ട്, അവരും പ്രതിസ്ഥാനത്താണ്. അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. ഇത് ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്, മണ്ഡലമാരുള്ള കാലത്തല്ല. അത്തരത്തിൽ ഇതിന്റെ പിന്നിൽ ശക്തമായ, നമുക്കറിയാം, ഈ കേരള മന്ത്രിസഭയിൽ ആൾക്കാരുണ്ട്, പാർട്ടിയുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് അകത്ത് കിടക്കുന്നവരെ മാത്രം നോക്കിയാൽ മതി. കൂടാതെ ഈ പറഞ്ഞ അന്ന് ആ സ്ഥലത്തുണ്ടായിരുന്നവരെ എല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അല്ലാതെ അവർക്ക് തോന്നുന്ന കുറച്ചു പേര് ഹിന്ദു സമാജത്തിനെ അവഹേളിക്കാൻ വേണ്ടി ചില ആളുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുകയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേസിന്റെ വിഷയമായതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതൽ ആവശ്യത്തിൽ പറയാൻ പറ്റില്ല. നമ്മളിതെല്ലാം സശ്രദ്ധം വീക്ഷിക്കണം. അതുകൊണ്ട് ഇന്ന് SITയുടെ അന്വേഷണം വഴിതിരിച്ചു പോയിരിക്കുന്നു എന്നുള്ളത് ഇന്ന് അറിയാത്ത ആരുമില്ല കേരളത്തിൽ. അതുകൊണ്ടാണ് നമുക്കറിയാം, ഇനിയിപ്പോ SIT അന്വേഷണം നമ്മൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ആവശ്യപ്പെടും. കാരണം ഈ കേരളത്തിന്റെ പരിധിയിൽ നിൽക്കുന്ന അല്ല വിഷയം. കോടതി തന്നെ പരാമർശിച്ചിട്ടുണ്ട്, ഇത് കപൂറിന്റെ മോഷണ കേസ് പോലാണ്, ആഗോളാടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ED വന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കും, സ്മഗ്ലിങ്ങും അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ED അന്വേഷണം വന്നു. അതുകൊണ്ട് ഇനിയും നമുക്ക് ഈ കേസിന്റെ വ്യാപ്തി സമയം കളയാതെ, SIT സമയം കളയാണ്, ഒന്നും നടക്കുന്നില്ല. ശങ്കർദാസ് എന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സുപ്രീം കോടതി അദ്ദേഹം അവഹേളിച്ചു വിട്ടതാണ്. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന പകരം പ്രതിസ്ഥാനത്ത് പോലും ഇല്ലാത്ത ആളുകളാണ് പിന്നീട് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഹിന്ദു സമൂഹം ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ പ്രതികരിച്ചേ മതിയാവും. നമ്മൾ അവസാനമായിട്ട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഭക്തി മാത്രം പോരാ, ശക്തിയും വേണം. ആ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ പുരോഗമിച്ച് സ്വർണ്ണക്കൊടിമരം വന്നു, നമുക്ക് ബ്രാഹ്മണ്യം വർദ്ധിച്ചു. പക്ഷേ ക്ഷാത്രവീര്യം ചോർന്നുപോയി. ആ ക്ഷാത്രവീര്യം തിരിച്ചെടുത്തുകൊണ്ട് അതിശക്തമായ രീതിയിൽ ഹിന്ദുവിനെ, സനാതനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ധർമ്മ പോരാളികളായി ഈ ഓരോ ഹിന്ദുക്കളും മാറുന്ന സമയത്തായിരിക്കണം ഈ കള്ളന്മാര് പുറത്താവുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഏതാനും മാസം കൂടി അവശേഷിക്കുന്ന ഭരണം ഈ ലോകത്ത് നിന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കാൻ പോവാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ, യാതൊരു സംശയം വേണ്ട. ഇത് അവസാനിപ്പിച്ചേ മതിയാവും. അതിനുശേഷം തീർച്ചയായിട്ടും നമ്മൾ ആവശ്യപ്പെടുന്ന പോലെ ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഭക്തജനങ്ങൾ പങ്കാളിത്തം ഉണ്ടായേ മതിയാകൂ. ആ രാഷ്ട്രീയക്കാരല്ല ഭരിക്കേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുള്ള യാതൊരു സംശയമില്ല. അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും കേന്ദ്ര സർക്കാരുമായിട്ട് ചെയ്യും, വേണ്ട നിയമപോരാട്ടം ചെയ്യും തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രീയ അധികാരികൾ പോലും നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം അതുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ കടന്നാൽ, ഈ ഇന്നത്തെ യോഗം അധ്യക്ഷത വഹിക്കുന്ന ടീച്ചറെ കുറിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മുടെ കുടുംബാംഗമാണ്. അതുകൊണ്ട് എത്രയും ബഹുമാനപ്പെട്ട ശശികല ടീച്ചറിനെ ഞാൻ യോഗത്തിന്റെ അധ്യക്ഷയായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട അലോക് കുമാർജി, അദ്ദേഹം 2018 ഗുർഗായിൽ വെച്ചിട്ട് അന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഞാനും അതിന് സാക്ഷിയായിരുന്നു. I was also there at that time. So I am very happy to see that he continues to fire with that and going ahead very strongly. And he is there to take up such issues regarding Kerala, regarding our temple at the top level, at the national level, also at the international level. So I welcome you, sir, to this August gathering, especially to your kindness to accept our invitation to inaugurate this function. അതുപോലെ തന്നെ ഇന്ന് സാന്നിധ്യം കൊണ്ട് നമ്മളെല്ലാം ആവേശഭരിതരാക്കുന്ന മറ്റൊരു സാന്നിധ്യമാണ് നമ്മുടെ സ്ഥാണു മാലേൻജി. അദ്ദേഹം സംഘത്തിൻ്റെ സ്വയംസേവനാണ്. അദ്ദേഹം ക്ഷേത്രീയ പ്രചാരനായിട്ട് നമ്മുടെ കേരളത്തിലും നമ്മുടെ തമിഴ്നാട്ടിലുമൊക്കെ വ്യാപകമായി സന്ദർശിച്ച് പല കാലം ഇടപെട്ടുകൊണ്ട്
അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വിശ്വഹിന്ദു പരിഷത്തിൽ വേണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഇന്ന് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ജോയിന്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഈ വിശ്വഹിന്ദു പരിഷത്ത് സേവിക്കുന്നു. അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹത്തിന് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്ഷേത്രാചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ കാര്യങ്ങളും നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കൂടാതെ നമ്മുടെ ആചാര്യസഭ എന്നുള്ള നമ്മുടെ ആചാര്യന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഹൈന്ദവ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ, ക്ഷേത്ര വിഷയങ്ങൾ, പൂജാതി കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഒരു അവസാന വാക്ക് അത്തരം ആചാര്യന്മാരുടെ ഭാഗത്തുനിന്ന് വരണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആചാര്യസഭ രൂപീകരിച്ചിരുന്നു. അതിൻ്റെ അധ്യക്ഷൻ ശ്രീ ബഹുമാനപ്പെട്ട സ്വാമിജി ചിദാനന്ദപുരി മഹാരാജാണ്. ആ സംഘടനയുടെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്നുള്ള പദവി ശ്രീ കൃഷ്ണൻ നമ്പൂതിരി, മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അലങ്കരിക്കുന്നുണ്ട്. കൂടാതെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആദരവോടെ ക്ഷണിക്കും. ശ്രീ വിജിത് തമ്പി, അദ്ദേഹം സിനിമാ മേഖലയിൽ അദ്ദേഹത്തെ അറിയാത്തവരാരുമില്ല. വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് എനിക്കൊന്ന് വിജിത് തമ്പി സാറിനെ പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് അദ്ദേഹം വിശ്വഹിന്ദു പരിഷത്തിന്റെ ശക്തനായ ഒരു നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു അയ്യപ്പനെ കുറിച്ച് സിനിമാ നിർമ്മാണത്തിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ശബരിമല വിഷയം അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള പുത്തരിയല്ല. ശക്തമായ രീതിയിൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ ശക്തനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇന്നിവിടെ എത്തിയത് വളരെ സന്തോഷം. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീകുമാർ, ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ശ്രീകുമാർ. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ശബരിമല അയ്യപ്പ സേവാ സമാജം, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരരുത്, ശബരിമല കർമ്മസമിതി എന്ന് പറഞ്ഞാൽ പോരാട്ടത്തിന് വേണ്ടി സംഘടനയാണ്. നമ്മളെല്ലാ ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ സമുദായ സംഘടനകളും എല്ലാം ചേർന്ന കൂട്ടായ്മയാണ് കർമ്മസമിതി. അതൊരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് കേസ് കാര്യങ്ങൾ, സമരമൊക്കെ അതാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒന്നിച്ചെടുക്കുന്നത്. ശബരിമല അയ്യപ്പ സേവാ സമാജം കൃത്യമായിട്ടും ആധ്യാത്മിക കാര്യങ്ങൾ, സേവാ കാര്യങ്ങൾ, സേവയാണ് അതിപ്രധാനം. ഇന്നിപ്പോൾ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും 260ഓളം സ്ഥലങ്ങളിൽ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് സമാപിക്കുന്നത്. വളരെ വിശാലമായ രീതിയിൽ ധാരാളം ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അത്തരം ഇത് വിദേശത്തുകൊണ്ട് നമ്മുടെ സംഘടനാ സ്വരൂപം. അതുകൊണ്ട് ആ ഒരു സംഘടന റെപ്രസെന്റ് ചെയ്ത് എത്തിയിരിക്കുന്ന ശ്രീ ശ്രീകുമാറിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമയക്കുറവ് മൂലം ഞാൻ കൂടുതൽ ആളുകളിൽ കടക്കുന്നില്ല. എൻ്റെ മുന്നിൽ തന്നെ എനിക്ക് കാണാൻ ധാരാളം സമുദായ സംഘടനാ നേതാക്കന്മാരും പേരെടുത്ത് പറയേണ്ടവരും ഈ വേദിയിൽ വന്ന് ഇരിക്കേണ്ടവരുമായിട്ടുള്ള ധാരാളം പേര് എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം യോഗം നമുക്ക് ഒരു പ്രധാന വിഷയത്തിലായതുകൊണ്ടും ഒരു ധർണ എന്നുള്ള ക്രമീകരണത്തിൻ്റെ ഭാഗമായതുകൊണ്ടും ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ ഓരോരുത്തരെയും എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ നേതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും അയ്യഭക്തന്മാരെയും എല്ലാം നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടി ശബരിമല കർമ്മസമിതിയുടെയും എല്ലാ ഹൈന്ദവ സംഘങ്ങളുടെയും പേരിൽ ഞാൻ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ ബാബു ഉണ്ട്. അദ്ദേഹമായിരിക്കും സമാപന പ്രസംഗം നടത്തുന്നത്. അദ്ദേഹം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നുണ്ട്. എൻ്റെ പുറകിലായിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബഹുമാനത്തോടെ ഞാൻ മീഡിയ പേഴ്സൺസെ ആദരിക്കുന്നു. കാരണം ഈ കാര്യങ്ങൾ ഇത് മാത്രമല്ല, നമ്മൾ പറയുന്ന ഓരോ വിഷയങ്ങളിലും കൂടുതൽ ആൾക്കാരെ എത്തിക്കുകയും അത് വേണ്ട തരത്തിലുള്ള പ്രതികരണം മാത്രമല്ല, ആവശ്യമായിട്ട് നടപടികളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളായ എല്ലാ മീഡിയ പേഴ്സൺസും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ നന്ദി എസ് കുമാർജി. അടുത്തായി നമ്മുടെ അധ്യക്ഷ ഭാഷണമാണ്. നേരത്തെ കുമാർജി സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രത്യേകമായൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത